എല്ലാവരും ഒരു 10 വാക്ക്. അടിപൊളി സിനിമ, നല്ല വയലൻസ്, നല്ല ഫോട്ടോഗ്രാഫി, നല്ല ഡയറക്ഷൻ. അതെ അതെ, വയലൻസ് ഒക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു? ഒത്തിരി ഉണ്ട്. നിങ്ങൾ കണ്ടില്ല സിനിമ? ശരി, കാണാം. കിടുക്കാച്ചി വർക്കാണ്, കിടുക്ക് വർക്കാണ്. സാധാരണ ഇവിടെയുള്ള കുട്ടിഘോഷിക്കപ്പെടുന്ന സീരിയൽ മേക്കിംഗ് മൂവീസിനെ അപേക്ഷിച്ചിട്ട് സൂപ്പർ ബ്ലീഡാണ്. അത്യാവശ്യം വയലൻസ് ഉണ്ട്. അതിന് പറയണോ, ആരെങ്കിലും കയറി കണ്ടാൽ നല്ലതായിരിക്കും. വെറുതെ റിവ്യൂണ്ട്, ഉഗ്രറാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ ടെക്നിക്കൽ സൈഡ് സൂപ്പർ ബ്ലീഡാണ്. ആൻഡ് ആക്ടേഴ്സ് ഓൾസോ സൂപ്പർ. ഗംഭീരം, അടിപൊളി, എല്ലാം ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് മാത്രമല്ല, എങ്ങനെ അതെ, ഭയങ്കര സ്വാഗുണ്ട് പുള്ളി. ശരിക്കൊരു പുതുമുഖമാണെന്ന് നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ ഫീൽ ചെയ്യില്ല. അത്ര ഗംഭീരമായിരുന്നു പുള്ളി. സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്വാഗുണ്ടായിരുന്നു പുള്ളിയുടെ. ആണെങ്കിൽ ഫൈറ്റ് ആണെങ്കിലും ഡെലിവറി മീൻസ് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഷാജി ചേട്ടൻ പറയണ്ട, പുള്ളിക്കാരൻ പിന്നെ പൊളിച്ചടിക്ക്. ഷാജി ചേട്ടൻ പിന്നെ ഓൾറെഡി നമുക്കറിയാമല്ലോ. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ അത് വന്ന് കാണണം. കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. അത്ര നന്നായിരുന്നു കേട്ടോ. ശരി, നല്ല പടം. മലയാള സിനിമ അധികം പരീക്ഷിക്കാത്ത രസകരമായ ഒരു സബ്ജക്റ്റും ഗംഭീരമായ മേക്കിംഗ്. നന്നായിട്ടുണ്ട്, ഗംഭീരം. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ സാധാരണ ഒരു മൂവിയൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ലാഗ് അടിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ആയി ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെയല്ല. സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ഒരേ വൈബായിരുന്നു. ഒരു ഡാർക്ക് വെബിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്. സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇച്ചിരി നന്നായിട്ട് IT ഒക്കെ അറിയാവുന്നവർക്കാണ് നന്നായിട്ട് മനസ്സിലാകുന്ന നല്ലൊരു സിനിമ. നന്നായിരിക്കും. ഡോൺ മാക്സിൻ്റെ കഴിവ് നന്നായിട്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. നന്നായി, മനോഹരമായി. അയ്യോ, ഫസ്റ്റ് ഹാഫൊക്കെ നല്ല വയലൻസ് ആണ്. അല്ല, ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ന്യൂ ഫേസ് ആണെന്ന് തോന്നുന്നു. ആകാശ് അടിപൊളി, പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേട്ടോ, ഓവറോൾ എല്ലാ ആൾക്കാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ട്. അയ്യോ, ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ടൊരു വയലൻസ്, ആ വയലൻസ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു കരി വരും. ഫസ്റ്റ് ഹാഫ് നല്ല വയലൻസ് ഉണ്ട്. ഫാമിലിക്ക് വർക്കൗട്ട് ആകും, എന്നാലും എല്ലാവരും ലേഡീസിനൊക്കെ ഈ വയലൻസ് ഉള്ളത് കൊണ്ട് അടിപൊളി ഡയറക്ഷൻ. ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, എഡിറ്റിങ് എല്ലാം ഓവറോൾ നല്ല പടം. ഓക്കെ, ഒരേ വൈബായിരുന്നു. ഒരു വയലൻസ്, അയ്യോ, എനിക്ക് പൊതുവേ വയലൻസിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, കണ്ടിരുന്നു പോകും. അല്ല, മ്യൂസിക്കൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. അത്ര അടിപൊളി മ്യൂസിക്കായിരുന്നു. അത് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ ഫ്രണ്ടോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര ബാസുള്ള, ഭയങ്കര പുള്ളിയുടെ സൗണ്ട് ഭയങ്കര രക്ഷയില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ഇന്നാണ് പുള്ളിയുടെ സൗണ്ട് ഞാൻ ഇത്രത്തോളം ഇത്രയും സിനിമ പുള്ളിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷാജി സൗണ്ട് ഇന്നാണ് ഇത്രയും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. നല്ല ബാസുള്ള, ഭയങ്കര അടിപൊളി സൗണ്ട്. വോയിസ് അടിപൊളിയായിരുന്നു. ഉണ്ട്, കണ്ടിരുന്നോ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആണോ? അപ്പോൾ പിന്നെ അതാണെങ്കിൽ ഓരോന്നോരോ ചോദിക്കുന്നല്ലേ. അതെ 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 ആണ്. പുള്ളി പിന്നെ അത്രയും ഇതായിട്ടുള്ള ആക്ടറാണല്ലോ. അതുകൊണ്ട് പിന്നെ പുതുമുഖം തന്നെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ല സ്വാഗുണ്ട്. പുള്ളി സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പുള്ളി ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കണമെന്ന് തോന്നത്തില്ല, അത്ര നന്നായിരുന്നു. പുള്ളിയുടെ ഫൈറ്റും ഒക്കെ ഇല്ല. അതെല്ലാവരും അവിടെ പറയുന്നുണ്ടായിരുന്നു. പുള്ളി ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കണേ തോന്നത്തില്ല എന്നോ.